മാസപ്പടി കേസിൽ CMRL-ന് എതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി SFIO റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. എക്സാലോജിക് CMRL ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് ഷോൺ ജോർജ് ചോദിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായുള്ള മാസപ്പടി കേസിലെ അന്വേഷണം റദ്ദാക്കണമെന്ന CMRL-ന്റെ ഹർജിയിൽ വാദം തുടരവെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ SFIO ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത്. CMRL പണം നൽകിയത് ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ എന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും SFIO. ആകെ 184 കോടിയുടെ പണമിടപാട് CMRL നടത്തിയിട്ടുണ്ടെന്നും SFIO കോടതിയെ അറിയിച്ചു. CMRL-ഉം എക്സാലോജിക്കും നടത്തിയ ദുരൂഹ പണമിടപാടിൽ അന്വേഷണം പൂർത്തിയായെന്ന് SFIO. പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് SFIO വ്യക്തമാക്കുന്നത്. കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ് 24-നോട്. SFIO-യുടെ ഒരു പ്രാഥമിക അന്വേഷണം എന്ന് വേണം പറയാം. ഇനി അതിന്മേൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി, ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള അനുമതി ഇനി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന്, മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അതാണ് SFIO-യുടെ പ്രൊസീജിയർ. SFIO-യുടെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അതിനൊരു പെർമിഷൻ, അതായത് പ്രോസിക്യൂഷൻ പെർമിഷൻ ഇനി മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകുന്ന മുഴയ്ക്ക് അറസ്റ്റ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും, കൂടുതൽ ചോദ്യം ചെയ്യണം കോടതി ചോദ്യം ചെയ്യാനും ഒക്കെ ഇനി SFIക്ക് അധികാരം ഉണ്ടാവും. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കേസിൽ നടപടിയില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടുന്ന SFIO അന്വേഷണം ഇതുവരെയും പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടില്ല. കേവലം 2 കമ്പനികൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാൻ എന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയെന്ന്. എന്നാൽ അത് സംബന്ധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാതെ വീണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഇത് ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ വിഷയത്തിൽ മറ്റൊരു അന്വേഷണം നടത്തുന്നത് ചട്ടവിരുദ്ധമെന്നാണ് CMRL-ന്റെ വാദം. കേസിൽ ഈ മാസം 23-ന് ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും വാദം കേൾക്കും. 24 ഡൽഹി.